എല്ലാവർക്കും ബയോമെക്കിലേക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് കേരള പിറവി ദിനമാണ്. എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ. ഒരു മാസത്തിന്റെ തുടക്കവുമാണ്. നവംബർ 1-ാം തീയതിയാണ്. എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ വിസ്ക റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ്. ഒരു കൊമേഴ്ഷ്യൽ മോഡലാണ്, പോർട്ടബിൾ ടൈപ്പ്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, CA പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും CA സംബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ഇവരെ ബന്ധപ്പെടാം. ഇത് റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഹൈ ക്ലാസ് സെറ്റപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്ലാന്റ് വെച്ചിട്ട് കുറച്ച് നാളായി. നമ്മൾ വീഡിയോ ഓർഡറിൽ വരുന്നതുകൊണ്ടാണ് ഇത്തിരി ഡിലേ ആയത്. ഇവിടെ ചെയ്യുന്നത് ബയോമെക് 40L ആണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും കേരള പിറവി ആശംസകൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലെ മാലിന്യ നിർമ്മാർജ്ജനം, പ്രത്യേകിച്ചും ഫുഡ് വേസ്റ്റ്, അത് നശിപ്പിക്കാൻ അല്ലെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള ഒരു കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇപ്പൊ പലരും നമുക്ക് എൻക്വയറീസിൽ ചോദിക്കുന്നത് കമ്പോസ്റ്റ്, ഇതിലൊക്കെ കുറെ പരിമിതികളുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും. അപ്പോൾ ദുർഗന്ധമില്ലാതെ വേസ്റ്റുകൾ നിക്ഷേപിച്ച് അതിൽ നിന്ന് ഗ്യാസ് എടുക്കുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ മാലിന്യ സംസ്കരണ യൂണിറ്റ് തന്നെയാണ്, ബയോഗ്യാസ് പ്ലാന്റ് തന്നെയാണ്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് വിസ്ക മാനേജ്മെന്റ് നമുക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്തത്. അവരുടെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസിലുപരി അവർക്ക് മാലിന്യ നിർമ്മാർജ്ജനം, ഫുഡ് വേസ്റ്റ് കളയാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്പോസലാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ കൊടുത്തൊരു സജഷൻ ബയോമെക് 40L ആണ്. പിന്നെ അതിന് പുറമെ നമ്മളൊരു ഫിക്സഡ് പ്ലാന്റിന്റെ ഒരു പ്രപ്പോസൽ കൂടി കൊടുത്തിട്ടുണ്ട്. അത് പെൻഡിങ്ങിലാണ്. ഈ മോഡലിൽ നമുക്ക് പ്രത്യേകത എന്ന് പറയുന്നത് 15 കിലോ വേസ്റ്റും 20 ലിറ്റർ വെള്ളവും നമുക്ക് ഒരു ദിവസം ട്രീറ്റ് ചെയ്യാവുന്ന മോഡലാണ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് സിംഗിൾ ബർണർ LPGയുടെ അതേ സെയിം സൈസിലുള്ള ബയോഗ്യാസ് ബർണറിൽ നമുക്ക് ലഭിക്കും. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 350 mm ഗ്യാസ് നമുക്ക് ഒരു ദിവസം ലഭിക്കും. അപ്പൊ നമുക്കൊരു കൊല്ലം ഒരു 12-13 സിലിണ്ടർ ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഗാർഹിക സിലിണ്ടറാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എത്രത്തോളം മാലിന്യം നിക്ഷേപിക്കുന്നുവോ അതിന്റെ ലിറ്റർ കണക്കാക്കി അതിന്റെ ഒരു 80% ആണ് നമുക്ക് സ്ലറി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. സ്ലറി ആവശ്യമുള്ളവർക്ക് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാം. ചെടികളോ മരങ്ങളോ ബാക്കി ഫല വൃക്ഷാദികളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം സ്ഥലം തീരെയില്ല, സ്ലറി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെൻട്രൽ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്കോ സോക്ക് പിറ്റിലേക്കോ ഈവൻ സെപ്റ്റിക് ടാങ്കിലേക്കോ ഈ സ്ലറിനെ നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പലർക്കും ഉള്ളൊരു സംശയം, ഈ സ്ലറി സെപ്റ്റിക് ടാങ്കിലേക്ക് പോയതുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് നിറയോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. അത് സ്ലറേറ്റ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ് ഈ സ്ലറി എന്ന് പറയുന്ന സാധനം. എന്തായാലും വിസ്ക മാനേജ്മെന്റ് സീറോ വേസ്റ്റ് പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഞങ്ങളോട് കൈകോർത്തതിന് ഞങ്ങൾ വളരെയധികം നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുകയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും കസ്റ്റമർ അത് നല്ല രീതിയിൽ എടുക്കുകയും നമുക്ക് ചിലവര് കമന്റ് അയക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് കോളുകൾ വിളിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസിനറേറ്റർ സംബന്ധമായിട്ടുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ മറ്റ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.